ഇതാണ് പെട്രോള്. ഇതാണ് പെട്രോള്. ഞാനൊരു പേരും കളഞ്ഞ പല പ്രാവശ്യം ഇയാളിങ്ങനെ ചെയ്തിട്ടുണ്ട്. കംപ്ലൈന്റ് ആയി അവന്റെ കൈ കൊടുത്ത് പിടിപ്പിച്ചുകൊണ്ടൊരു ഫോട്ടോ ഇത്രയും വെള്ളമാണ് കണ്ടോ. തിരിച്ചറിയാൻ പറ്റില്ല. ചെയ്യാൻ പാടില്ല. ചുമ്മാതല്ലേ ഞങ്ങളുടെ കാറ് കംപ്ലൈന്റ്. ഞങ്ങളെ ലോൺ എടുത്തും കഷ്ടപ്പെട്ട് ഈ വണ്ടി എടുക്കുന്നത്. ഇങ്ങനെ വെള്ളം ചേർത്ത് പെട്രോൾ വരുമ്പോൾ ഞങ്ങളുടെ വണ്ടിക്ക് ഓണർ ഇവരല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് അറിയത്തില്ല ചേട്ടാ. പിന്നെ അങ്ങനെ വെള്ളം എന്തോ ഭൂമിക്കടിയിൽ നിന്ന് കയറി പമ്പിനകത്ത് വന്നോ വെള്ളം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ? ഭൂമിക്കടിയിൽ നിന്ന് വെള്ളം നേരിട്ട് പമ്പിനകത്ത് കയറുമോ? വണ്ടി കംപ്ലൈന്റ് ആയിരുന്നു. എന്റെ സ്കൂട്ടർ സ്ഥിരം വന്ന് ഇവിടെ പെട്രോൾ അടിക്കായിരുന്നു. വണ്ടി സ്ഥിരം ഇവിടെ കംപ്ലൈന്റ്. കൊള്ളാമല്ലോ. ഇങ്ങനെയാണ് മുതലാളിമാരായി തീരുന്നത്. കൊള്ളാം. പാവങ്ങളുടെ വണ്ടിയും കംപ്ലൈന്റ്, കാശ് നഷ്ടം, എല്ലാം നഷ്ടം. ചേട്ടാ ഞങ്ങൾ ഇവിടെ സ്ഥിരം അല്ല. എന്റെ സ്കൂട്ടർ കംപ്ലൈന്റ് ആയി, കാർ കംപ്ലൈന്റ് ആയി. പക്ഷെ അതിന്റെ രഹസ്യം ഇന്നാണ് കൈയോടെ പൊക്കിയത്. കൊള്ളാമോ ഇങ്ങനെ ചെയ്യാൻ? നമ്മള് പിന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുമ്പോ ഒരു കുഴപ്പമില്ല വണ്ടിക്ക്. അപ്പൊ ഇന്ന് പെട്രോൾ അടിക്കാൻ പോകും. കാരണം എല്ലാ പെട്രോൾ പമ്പുകളിൽ ഇത് നിലവിലുണ്ട്. പക്ഷെ ആരും കണ്ടുപിടിക്കുന്നില്ല. എല്ലാ പമ്പുകളിലും ഇത് കാണും. അങ്ങനെയാണ് ഇവന്മാര് കോടീശ്വരന്മാരാവുന്നത്. അങ്ങനെ വിടാൻ കൊള്ളത്തില്ലല്ലോ. നമ്മൾ കഷ്ടപ്പെട്ടല്ലേ വണ്ടി എടുക്കുന്നത് ലോണിട്ട്. നമ്മുടെ വണ്ടിക്ക് കംപ്ലൈന്റ് നമ്മുടെ കാശ് എല്ലാ പമ്പുകളിലും. ഈ പമ്പുകളിലെല്ലാം ഇനി നല്ലൊരു ചെക്കിങ് അത്യാവശ്യമാണ്. പമ്പുകളിൽ എല്ലാ പമ്പുകളിലും നല്ലൊരു സേർച്ചിങ് അത്യാവശ്യമാണ്. നമ്മള് രാത്രിയിലെ ചേച്ചി ഒന്ന് പെട്രോളില്ല ഇവിടെ വന്ന് കിടന്ന് ഇവിടെ കരഞ്ഞ് കാല് പിടിച്ചാൽ ഇവര് ഒരു അല്പം പെട്രോൾ തന്ന് നമ്മളൊരു സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും തരാതെ നമുക്ക് പെട്രോൾ തരില്ല. ഇവിടെ പെട്രോൾ ക്ലോസ് ചെയ്ത് സമയം കഴിഞ്ഞ് നാളെ വന്ന് നമ്മളെ പറഞ്ഞു വിടും. നമ്മൾ നടന്ന് നമ്മൾ കിലോമീറ്റർ താണ്ടി നമ്മുടെ വീട്ടിൽ പോയിട്ടുണ്ട്. അത്ര മനുഷ്യത്വം ഇല്ലാത്തവനെ ഇവിടുത്തെ മുതലാളി. ഇന്നാണ് കൈയോടെ പൊക്കിയിരിക്കുന്നത്. ഏതാ ഇഷ്ടം പോലെ പ്രാവശ്യം എന്റെ സ്കൂട്ടർ കംപ്ലൈന്റ് ആയി കൊടുത്തിട്ട് ഇപ്പൊ പുതിയ വണ്ടി എടുത്തു. പുതിയ വണ്ടി ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നു. വണ്ടിക്ക് ഒരു കംപ്ലൈന്റ് ഇല്ലാതിരുന്നതാ. ഇത് ഈ ഇന്ത്യയിലുള്ള എല്ലാ പമ്പുകളിലും ചെക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ഇത് നിരന്തരം നടക്കുന്നുണ്ട്. നമ്മളെല്ലാം കൈയോടെയാണ് ഇന്ന് പൊക്കിയിരിക്കുന്നത്. ഇങ്ങനെ വിടാൻ കൊള്ളത്തില്ലല്ലോ. അതേസമയം നമ്മൾ രാത്രിയിലെ വന്നേ ഒരു ലേഡിയാ പെട്രോൾ തീർന്നെന്ന് പറഞ്ഞാൽ ഇവരിവിടെ ഇല്ല ക്ലോസ് ചെയ്തു. രാവിലെ വാ. ഒരു അല്പം മനുഷ്യത്തെ ഈ പമ്പുകാർ കാണിക്കത്തില്ല. അവരിവിടെ നിൽപ്പുണ്ട്. നിങ്ങൾ കൂടി നമുക്ക് പെട്രോൾ തരില്ല. ഇത് സത്യസന്ധമായ കാര്യമാണ്. ഇത് തെളിവുണ്ട്, എല്ലാം ഉണ്ട്. വെള്ളമാണിത്. ഇത് വെള്ളമാണ്. ഇതാണ്ടേ ഇത് ഫുൾ വെള്ളമാണ്. ഇതാണ് ഒരു പെട്രോൾ. തനി പെട്രോൾ ഇതല്ല. തിരിച്ചു വന്നപ്പോഴേ 150 രൂപ രാവിലെ ഇവിടെ അടിച്ചോണ്ട് പോകുന്നു പെട്രോൾ. വണ്ടിക്ക് കംപ്ലൈന്റ് ആവും ചേച്ചി. എന്റെ കാറ് ഇതാണ്ട് ആ കാറ് ഇവിടുത്തെ സ്കൂട്ടർ എല്ലാം ഇവിടെ വന്ന് അപ്പൊ എന്നും കംപ്ലൈന്റ് ആണ്. പക്ഷെ സംഭവം ഇന്ന് കൈയോടെ പൊക്കിയപ്പോഴാ പെട്രോൾ അല്ല ഇത് വെള്ളമാണ് നമുക്ക് തരുന്നതെന്ന് മനസ്സിലായി. യാഥാർത്ഥ്യം ഇന്ന് കണ്ടു. മനുഷ്യനെ പറ്റിച്ച് ഇങ്ങനെ കാശുണ്ടാക്കുന്നതിനേക്കാളും കൃഷി എടുക്കാൻ പോണം.
അത് പിന്നെ അന്തസ്സുണ്ട്. അവര് പറയുവാ ഇവിടുത്തെ സ്റ്റാഫിന് അറിയത്തില്ലെന്ന്. ഇത് ഭൂമിക്കടിയിൽ നിന്ന് വെള്ളം നേരിട്ട് പമ്പിനകത്ത്. എല്ലാ പമ്പിലും രാവിലെ കൊടുക്കും മുമ്പേ ആദ്യം ഇവർ ചെക്ക് ചെയ്തിട്ട് കൊടുക്കും. എല്ലാം നമ്മൾ എത്രയും വർഷം കൊണ്ട് തടിവണ്ടിയിലേക്ക് പോണേ. രാവിലെ വണ്ടി പെട്രോൾ ചെക്ക് ചെയ്തിട്ട് അവർ ആദ്യമായി കൊടുക്കുള്ളൂ. അന്നത്തെ പെട്രോൾ ചെക്ക് ചെയ്യും. അവരും കൂടെ ചേർന്നുള്ള ഒത്തുകളിയാണിത്. എല്ലാ പമ്പുകളിലും നല്ലൊരു ചെക്കിങ് അത്യാവശ്യമാണ്. ഇതുപോലെ ജനങ്ങളെ പറ്റിച്ചാണ് ഇവന്മാര് കോടീശ്വരന്മാരാവുന്നത്. ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. ഒന്നാമത് പെട്രോളും ഡീസലിന്റെ വില കയറി നമുക്ക് വാങ്ങിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ. അതിന്റെ കൂടെ ഇങ്ങനെ അക്രമം കൂടെ കാണിച്ചാൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയോ വണ്ടിക്ക് കംപ്ലൈന്റ് ആയാലോ. രാവിലെ ഇവിടുന്ന് പെട്രോൾ അടിച്ചുകൊണ്ട് ദൂരെ സിറ്റിയിൽ പണി ഇതെല്ലാം വഴിയിലാണ്. വണ്ടി കംപ്ലൈന്റ് അവർക്ക് പോയിട്ട് പൈസ വാങ്ങി അവര് മൊത്തം ഇത് നോക്കൂല. പെട്രോൾ നോക്കൂല. പെട്രോൾ ഞങ്ങളത് ചോദിച്ചോട്ടെ, ഞാനൊരു ലേഡിയാ. എത്ര പ്രാവശ്യം ഇവിടെ രാത്രി വന്നിട്ട് ഷോപ്പ് എടുത്തിട്ട് വന്നിട്ട് പെട്രോൾ ഇല്ലെന്ന് പറയുമ്പോഴത്തേക്കും ഈ പെട്രോൾ കൊടുത്തവരുടെ എല്ലാം കാശ് തിരിച്ചു കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. ഈ പെട്രോൾ വണ്ടി നന്നാക്കി പൈസയും കാശും തിരിച്ചു കൊടുക്കണം. കേരളത്തിൽ ഇത്ര അഴിമതി കൊണ്ട് മനുഷ്യന് ഇരിക്കപ്പെടുന്നില്ല. ഇപ്പൊ നാട്ടെ പെട്രോളിനകത്ത് പോലും അഴിമതി. പേര് ഞാൻ നോക്കിക്കോളാം. അപ്പൊ പല തവണ ഈ പെട്രോളിനകത്ത് വെള്ളമൊന്നും കംപ്ലൈന്റ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നാണ് നമ്മളിത് കൈയോടെ പൊക്കിയത്. നമ്മുടെ വണ്ടി കംപ്ലൈന്റ് ആയിട്ട് പുതിയ വണ്ടി കൊണ്ടുപോയി ഇപ്പൊ മാറ്റി പുതിയ വണ്ടി കൊണ്ടുപോയി. സ്ഥിരം ഇവിടുത്തെ ഒരു പരിപാടിയാണിത്. ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല. വെള്ളമാണ് ഇത് ഒറിജിനൽ പെട്രോൾ ഇങ്ങനെയല്ല ഇരിക്കുന്നത്. ഫ്രൂട്ടി കുടിക്കുന്ന പോലെ അതിനെക്കാളും കഷ്ടമായിട്ടാണ് കണ്ടേ. ഇത് പെട്രോൾ ആണ് തന്നെ കണ്ടോ. ഇത് പെട്രോൾ ഒന്ന് പറയാൻ പറ്റുമോ സാറേ? ഇത് പെട്രോൾ ഒന്ന് പറയാൻ പറ്റില്ല. ഇതാണ് പെട്രോൾ ഉണ്ടോ? ഇത് വെള്ളമാണ് സാർ. ഇത് വെള്ളമാണ്. ഇത് വെള്ളമാണ്. പിന്നെ എല്ലാവരും കൂടെ സംസാരിക്കും. ഇപ്പൊ എടുത്താണെന്നല്ല, ഇപ്പൊ എടുത്ത സാമ്പിളുണ്ട്. സാറ് ഓടിക്കുന്ന വണ്ടി പോലെ ഇത് തന്നെ ആയിരിക്കും സംഭവം. നമ്മളിത് അറിയുന്നില്ല. അവർ വന്നിട്ട് നോക്കട്ടെ, കൊണ്ടുപോകണം. വയ്യാതെ വേണ്ടി ഡീസൽ പെട്രോൾ നോക്കണം. അല്ലാതെ നമ്മൾ നോക്കിയിട്ട് ഒന്നാമത് ഈ ഭരണം കൊണ്ട് ജനങ്ങൾ തകർന്നിരിക്കുക. ഇതൂടെ ആയപ്പോ എല്ലാം ആയി. ഇനി എല്ലാ പമ്പുകളും നോക്കിയാൽ മതി. എല്ലായിടവും ഇത് തന്നെ. പാമ്പോലും എല്ലാം നല്ലെണ്ണ എല്ലാം പെട്രോളും എല്ലാം
അപ്പൊ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ വീഡിയോ എടുത്തതോ? അപ്പൊ അവർ എണ്ണതുകൊണ്ടായിട്ടാണ് എടുത്തത്. എന്തിനാ നിന്റെ വീഡിയോ ആരിടാൻ പോണേ? പള്ളിയോട്ടെന്നും പറഞ്ഞ് എന്ത് തന്നെ അങ്ങ് എന്തേ ഊക്കും നീ ഓടി വാ ഇങ്ങോട്ട്. നീ പള്ളിയോട്ടെ കിടന്നാ ഉണ്ടാക്കാൻ പറഞ്ഞു. നീ കൊല്ലത്തോട്ട് വാ ഇങ്ങോട്ട്. ഒരു പേഴ്സണില്ല അത് തന്നെ ഞാൻ എടുത്തില്ലെന്ന് പറഞ്ഞത്. പിന്നെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് വന്നത്? പള്ളിയോട്ടം ഉള്ളതെന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഉണ്ടായിക്കൊണ്ടിരിക്കാൻ നടക്കുന്നു. ആ പിന്നെ അവൻ്റെ തലയ്ക്ക് ഇഷ്ടമില്ല അതുകൊണ്ടായി അവൻ പറഞ്ഞത്. എല്ലാരെയും ബാധിക്കുന്നത് അവന്റെ കാര്യം പറഞ്ഞു അത് കഴിഞ്ഞോ? എടാ ബ്രോ അപ്പൊ ബാക്കിയുള്ളവരെല്ലാം അവന്റെ വീഡിയോ എടുത്തപ്പോൾ അവന് പതിഞ്ഞാണ്. അപ്പൊ അവരെടുത്തില്ല. അപ്പൊ അവന്റെ മോൻ എന്തായാലും പതിവ്. അവന്റെ പേഴ്സണായിട്ടുള്ള അവൻ പറഞ്ഞു. അവൻ പറഞ്ഞു അവന് വീഡിയോ എടുക്കാൻ ഇഷ്ടമില്ല. അത് രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നീ പ്രോബ്ലം കളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ അവൻ പള്ളിയോട്ട് വന്ന എന്തൊരു ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ പറഞ്ഞ ആർക്കാണ് സഹിക്കും? അവൻ പറഞ്ഞോണ്ടിരിക്കുന്നല്ലേ. ആദ്യം വീഴുന്നപ്പോഴേ അതെ അതുകൊണ്ടല്ലേ ഇത് എടുക്കുന്നത്. നമുക്ക് എടുത്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ അയക്കാമല്ലോ. ഒരു 10 മിനിറ്റ് ഇരുന്നാൽ 10 മിനിറ്റ് ഈ വണ്ടികളൊക്കെ ഇനി എന്ത് ചെയ്യും? ഇനി എത്ര രൂപ വേണം? ഇത് പെട്രോളും ഇത് വെള്ളവും കറക്റ്റ്. അതിന് മുകളിലെ പെട്രോളും ഇതിന് മുകളിലെ പെട്രോളും എന്താ ഇതിന്റെ മുകളിലെ പെട്രോളും ബാക്കി ഇത് മാത്രം പെട്രോള്, ബാക്കി ഇങ്ങോട്ട് വരുന്ന എല്ലാം മോദിയായിട്ടുണ്ട്. ഈ വണ്ടി വണ്ടി പണിയാ ഓട വെക്കും. അത് കഴിഞ്ഞ സംഭവം പിന്നെ